Hi, welcome back. It's me Tanzira from Ritseju. Today I would like to discuss a topic based on interdepartmental transfer at selling price. In the last class we have discussed about interdepartmental transfer at cost prices. Now I move to how to transfer the goods and services from one department to another department at selling prices, and how will you record this transactions in the departmental trading profit and loss account, which is for the second semester BCom Jamia Hamdardin University, Kannur campus students. So listen the question carefully. So a company has two departments, A and B. A department sells goods to department B at normal market price. Market price stands for selling price. Prepare a departmental trading and profit and loss account for the year ended 31st March 2020. We have two departments, A and B. Then opening stock of A department 15,000. For B department there is no opening stock. Purchases for A department 2,50,000, for B department 40,000. Then goods from department A, this is in interdepartmental transfer, supplied by the A department to the B department 40,000 rupees. Wages, A department 15,000, B department 20,000. Salary 7,000, 5,000. Closing stock at cost prices, for A department 80,000, for B department 20,000. Sales 2,60,000, 1,45,000. Printing and stationery 2,500, 1,500. Then machinery, A department machinery illa, B department machinery 15,000. Then advertisement, general total expense ആണ് തന്നത് 12,000. then അതുപോലെ തന്നെ സാലറീസും ടോട്ടൽ എക്സ്പെൻസ് 18,000 തന്നിട്ടുണ്ട്. സാലറി രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്, രണ്ട് ഡിപ്പാർട്ട്മെൻ്റൽ സാലറിയും തന്നിട്ടുണ്ട് as well as ജനറൽ സാലറിയും തന്നിട്ടുണ്ട്. അപ്പോൾ under that there's an additional information, that is depreciate machinery by 10%. that is മെഷീനറിൻ്റെ എമൗണ്ട് 12,000 ആണ്. അപ്പോൾ ഈ 12,000 എമൗണ്ടിൻ്റെ മേലെയാണ് നമ്മൾ 10% മെഷീനറി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെഷീനറിൻ്റെ എമൗണ്ട് 15,000 ആണ്. ഇതിൻ്റെ മേലെ 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ ബി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ചാർജ് ചെയ്ത് കൊടുക്കണം. കാരണം മെഷീനറി എ ഡിപ്പാർട്ട്മെൻറ്റിലില്ല, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. Then the general unallocated expenses are to be apportioned in the ratio of 2:1 to A and B department. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യൻസിൽ കുറച്ച് അൺഅലോക്കേറ്റഡ് ജനറൽ എക്സ്പെൻസ് ഉണ്ട്, അതായത് അലോക്കേറ്റ് ചെയ്യാത്ത കുറച്ച് ജനറൽ എക്സ്പെൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സാലറി ഉണ്ട്, ഇത് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. എ ബിക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. വി ഹാവ് അൺഅലോക്കേറ്റഡ് ജനറൽ എക്സ്പെൻസസ് ഓഫ് സാലറി 18,000. പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസും ഇതുപോലെ 12,000 അൺഅലോക്കേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന റേഷ്യോ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് അൺഅലോക്കേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്പെൻസും അഡ്വർടൈസ്മെൻറ്റും ജനറൽ സാലറിയും 2:1 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കാനാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിലേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ആറ്റ് സെല്ലിംഗ് പ്രൈസസിൻ്റെ ആ ചെറിയൊരു കാൽക്കുലേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ചതുപോലെ തന്നെയാണ് ഐറ്റംസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ആറ്റ് സെല്ലിംഗ് പ്രൈസും ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ആറ്റ് കോസ്റ്റ് പ്രൈസും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ആറ്റ് കോസ്റ്റ് പ്രൈസിൽ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതി, അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും തന്നെ നമ്മൾ അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊന്നും തന്നെ കാൽക്കുലേഷൻസ് ഒന്നും നടത്തുന്നില്ല. അവിടെ നമ്മൾ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ അറ്റ് കോസ്റ്റ് പ്രൈസസിൽ നമ്മൾ ആകെ ചെയ്തത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും, ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നേരെ എമൗണ്ട്, അത്ര മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ അറ്റ് സെല്ലിംഗ് പ്രൈസസിൽ വേറെ എക്സ്ട്രാ കാൽക്കുലേഷൻസ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത് നിങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കാം. സോ റൈറ്റ് ഡൗൺ ദ
Heading Departmental Trading and Profit and Loss Account for the year ended 31st March 2020. Then we have two department A and B. So 4 column on the left side and 4 column on the right side. So എപ്പോഴും എഴുതുന്ന പോലെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എ ഡിപ്പാർട്ട്മെൻറ്റിൽ 15,000 ഉണ്ട്, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. പിന്നെ ഇതിൻ്റെ ടോട്ടൽ 15,000 ടോട്ടൽ കോളത്തിൽ വരും. അതുപോലെ തന്നെ പർച്ചേസസ് എ ഡിപ്പാർട്ട്മെൻറ്റ് 250,000 ഉണ്ട്, ബി ഡിപ്പാർട്ട്മെൻറ്റ് 40,000 ഉണ്ട്. അതിവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. എക്ക് 250,000 കൊടുത്തു, ബിക്ക് 40 കൊടുത്തു. ദെൻ ഇത് രണ്ടിൻ്റെയും ടോട്ടൽ 290,000 ടോട്ടൽ കോളത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസോ ട്രാൻസ്ഫറോ പോലെയുള്ള ഐറ്റംസ് ആണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ് മുതലേ പറയുന്നുണ്ട്, ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വന്നാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും സൈഡിലാണ് എഴുതേണ്ടത്. ഒരിക്കലും ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത്, നമ്മൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എപ്പോഴും ഡെബിറ്റും ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിന് എപ്പോഴും ക്രെഡിറ്റും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസിന് ശേഷം വരുന്നത് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ തന്നെയാണ്. ദാറ്റ് ഈസ് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ. ഐ മീൻ എ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 40,000 ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിന് പകരം ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്യൂം സോ ഇറ്റ് ഈസ് എ ഇൻഡിക്കേഷൻ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫേർഡ് ബൈ ദ എ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ ബി ഡിപ്പാർട്ട്മെൻറ്റ് വർത്ത് ₹40,000. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എവിടെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ നോക്കാം, ടു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്? ബിക്കാണ് കിട്ടുന്നത്. സോ ബി ഈസ് ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആരാണ് ഇത് കൊടുക്കുന്നത്? എ ആണ് കൊടുക്കുന്നത്. സോ എ ഈസ് ദ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ടു ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡെബിറ്റ് കൊടുക്കുക 40,000. അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ട് ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റായ എ ഡിപ്പാർട്ട്മെൻറ്റിന് 40,000 കൊടുക്കുക, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ വേജസ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും തന്നിട്ടുണ്ട്. 15,000, 20,000, അതിൻ്റെ ടോട്ടൽ 35,000. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസ് എന്തെങ്കിലും തന്നെ ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഉണ്ട്, സെയിൽസ് ഉണ്ട്. സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും 2,60,000, 1,45,000. ദാറ്റ് ഇസ് ബൈ സെയിൽസ് 2,60,000, 1,45,000, ടോട്ടൽ 4,05,000. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ഉണ്ട്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് എ ഡിപ്പാർട്ട്മെൻറ്റിൽ 80,000, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ 20,000. അപ്പോൾ 80,000 20,000 കൂടി കൂട്ടിയിട്ട് 1,00,000 റുപ്പീസ് ടോട്ടൽ കോളത്തിൽ വരും. സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തതിന് ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ബാലൻസ് ചെയ്യാനാണ് പോകുന്നത്. സോ എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ നോക്കുക. 2,60,000 പ്ലസ് 40,000 പ്ലസ് 80,000, 3,80,000 വരും. ആ എമൗണ്ട് രണ്ട് സൈഡിലും എഴുതുക, 3,80,000. ദെൻ ഫ്രം ദിസ് ഡിഡക്റ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓൺ ദ എക്സ്പെൻസസ് സൈഡ് ഓർ ഡെബിറ്റ് സൈഡ്. സോ 3,80,000 നിന്ന് ഈ 15,000, 2,50,000, 15,000, 1,00,000 മൈനസ് ചെയ്യുക. 15,000, 2,50,000, 15,000 ഈ മൂന്ന് എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാകുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് വരിക. സോ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് 1,00,000 റുപ്പീസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബി ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ ചെയ്ത് നോക്കുക. ബി ഡിപ്പാർട്ട്മെൻറ്റ് 1,45,000 പ്ലസ് 20,000, ദാറ്റ് ഈസ് 1,65,000. ഈ രണ്ട് സൈഡിലും 1,61,000 എഴുതാം. ദെൻ ഫ്രം ദിസ് ഡിഡക്റ്റ് ദ എക്സ്പെൻസ് ടോട്ടൽ, ദാറ്റ് ഈസ് പർച്ചേസസ് 40,000, ട്രാൻസ്ഫർ 40,000, വേജസ് 20,000. അപ്പോൾ 40, 80,000 പ്ലസ് 20,000, 1,00,000. അപ്പോൾ 1,65,000 1,00,000 മൈനസ് ചെയ്തതിനാൽ ഗ്രോസ് പ്രോഫിറ്റ് 65,000. ദെൻ അതുപോലെ അതിൻ്റെ ടോട്ടൽ 1,65,000, 1,65,000. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് 1,65,000, 1,65,000. അതുപോലെ തന്നെ ഈ ടോട്ടലിൻ്റെ ടോട്ടൽ ദാറ്റ് ഈസ് 3,80,000 പ്ലസ് 1,65,000 ഗീവ്സ് 5,45,000. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ബ്രോഡ് ഡൗൺ ചെയ്യണം. ഞാനതിവിടെ വിട്ടുപോയി. അപ്പോൾ നിങ്ങളത് പിന്നെ ആൻസർ പാർട്ടിൽ ശ്രദ്ധിക്കണം. ഇവിടെ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഞാനെൻ്റെ അശ്രദ്ധ കാരണം ഇവിടെ വിട്ടുപോയി. സോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 1,00,000 ഇവിടെ വരും. ദെൻ 65 ഇവിടെ വരും. ഇവിടെ 1,65,000 വരും. Then coming to the debit side of the profit and loss account. So in
ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്ത്, പർച്ചേസ് റെക്കോർഡ് ചെയ്ത്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്തു, വേജസ് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് സാലറിയാണ് വരുന്നത്. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ സാലറി ഡിപ്പാർട്ട്മെൻറ്റൽ സാലറിയാണിത്. രണ്ട് സാലറി ക്വസ്റ്റ്യനിലുണ്ട്, ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ സാലറി, ഒന്ന് ജനറൽ സാലറി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സാലറി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തന്ന എമൗണ്ട് അതേപോലെ തന്നെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ടു സാലറി എ ഡിപ്പാർട്ട്മെൻറ്റ് 7,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ 5,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി ടോട്ടൽ 12,000 വരും. ദെൻ പിന്നെ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ്. ഇവിടെയും ഡൗട്ടൊന്നുമില്ല, കാരണം ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് വിൽ ബി ക്ലിയർ ദ എമൗണ്ട്. ദാറ്റ് ഇസ് 2,500 1,500 രണ്ടും കൂടി കൂട്ടുമ്പോൾ 4,000. പിന്നെ ഉള്ള രണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് മെഷീനറിൻ്റെ ഡിപ്രീസിയേഷൻ, പിന്നെ ഒന്ന് അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ജനറൽ സാലറി. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം വരുന്നത് മെഷീനറിയാണ്. മെഷീനറിൻ്റെ എമൗണ്ട് 15,000 ആണ്. സോ ഇതിൻ്റെ മേലെ 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ 15,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,500 വരും. ഈ 1,500 ബി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, എ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം എ ഡിപ്പാർട്ട്മെൻറ്റിൽ മെഷീനറി ഇല്ല, ബി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ മെഷീനറി ഉള്ളൂ. സോ ടു ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ബി ഡിപ്പാർട്ട്മെൻറ്റിൽ 1,500 രൂപ ആ എമൗണ്ട് ടോട്ടൽ കോളത്തിൽ വരും. പിന്നെ വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറലായിട്ട് തന്നാണ് 12,000. ഇത് അൺഅലോക്കേറ്റഡ് ജനറൽ എക്സ്പെൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ അൺഅലോക്കേറ്റഡ് ജനറൽ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അപ്പോർഷൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1 എന്ന് തന്നിട്ടുണ്ട്. സോ 12,000നെ 2:1 എന്ന പ്രപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം 12,000 into 2/3 ഗോസ് ടു ഡിപ്പാർട്ട്മെൻറ്റ് എ, ദാറ്റ് ഈസ് 8,000. അതുപോലെ തന്നെ 12,000 into 1/3 ഗോസ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി, ദാറ്റ് ഈസ് 4,000. സോ 8,000 + 4,000 ഗീവ്സ് 12,000. ദെൻ അതുപോലെ തന്നെ ജനറൽ സാലറി ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ അൺഅലോക്കേറ്റഡ് ജനറൽ എക്സ്പെൻസസ്. ഇറ്റ്സ് കംസ് ടു ₹18,000 and that must be a portion in the ratio of this 2:1. So write down to general salary total on the total column 18,000. So 18,000 into 2/3 gives to department A, that is 12,000. Then 80,000 into 1/3 gives to department B, that is 6,000. So total together 18,000. So ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യനിലൊന്ന് ആദ്യം മുതലേ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ ബാലൻസ് ചെയ്യുമ്പോൾ നോക്കാം, ഇവിടെ ബൈ GP ബ്രോഡ് ഓൺ വേണം, ഞാനത് വിട്ടുപോയിട്ടുണ്ട്. സോ ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതി ടോട്ടൽ ചെയ്യാം. സോ ഇവിടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കേസിലും ഇൻകം സൈഡ് തന്നെയാണ് കൂടുതൽ വരുന്നത്. സോ റൈറ്റ് ഡൗൺ 1 lakh on both sides, 65 on both sides. Then it's total 1,65,000 on both sides. Then from this total deduct the total amount of expenses which is debited to the profit and loss account. That is 7,000 plus 2,500 plus 8,000 plus 12,000. ഇത്രയും എമൗണ്ട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ഈ 1 lakh നിന്ന് മൈനസ് ചെയ്യാം. അപ്പം ടു നെറ്റ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ 70,500 കിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് എക്ക്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 65,000 എന്നും സാലറി 5,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1,500, അഡ്വർടൈസ്മെൻറ്റ് 4,000, ജനറൽ സാലറി 6,000, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 1,500. ഇത്രയും എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുക. ബാക്കി വരുന്ന നെറ്റ് ഫിഗർ 47,000 ആണ്. സോ ദിസ് വിൽ ബി ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബി. ദെൻ ഇറ്റ്സ് ടോട്ടൽ വിൽ ബി, that is 70,500 plus 47,000 gives 1,17,500 on total column. So in this way we are able to prepare the ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരും, ഇവിടെ എന്താണ് എക്സ്ട്രാ ഉള്ളത്? ഇവിടെ എക്സ്ട്രാ ഉള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അറ്റ് സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും എഴുതുന്നത് പോലെ ഉള്ളത് തന്നെയാണ്. ഇനി സെല്ലിംഗ് പ്രൈസ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇതിൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് പിന്നെ നമുക്ക് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അത് നമ്മൾ വിറ്റിട്ടില്ല. അപ്പോൾ ആ വിൽക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിൻ്റെ മേലെയുള്ള ആഡ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എത്ര എമൗണ്ടാണ് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത തരം പ്രോഫിറ്റ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ
പ്രൊവിഷൻ നമ്മൾ മാറ്റി വെക്കണം. ഈ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെക്കുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ കേസിൽ ഒരു പുതിയ ജേർണൽ എൻട്രി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എൻട്രി വരും, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, ആ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോയും ആ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്കും എത്രയാണെന്ന് അറിയണം. സോ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്കിനെ GP റേഷ്യോനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. റിമെമ്പർ വൺസ് അഗൈൻ, ഒന്നും കൂടി ഞാൻ പറയാം. ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ അറ്റ് സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വോയിസ് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. അതായത് ഈ കേസിൽ നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ വേണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ഫോർമുല ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഫോർമുല വേണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. അപ്പം നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ഫോർമുലാസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ. സോ ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാവും. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇനിയും ബാക്കിയുണ്ട്, നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ സെയിൽ ചെയ്താലേ നമുക്ക് അതിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സെയിൽ ചെയ്തത് കാരണം ആ പ്രോഫിറ്റ് ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അത്ര എമൗണ്ടിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള എമൗണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോനോടുകൂടി റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടി പറയാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ GP റേഷ്യോനോടുകൂടി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി GPൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ മാത്രം നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഇവിടുത്തെ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ എൻ്റെ GP റേഷ്യോ GPൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഈ 1 lakh എമൗണ്ട് ഈ 1 lakh എമൗണ്ടിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 lakh എമൗണ്ടിനെ നമ്മൾ റേഷ്യോയിലേക്ക് വരുമ്പം അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1 lakh എമൗണ്ട് ദാറ്റ് ഇസ് 1 lakh ഡിവൈഡഡ് ബൈ സെയിൽസ് പ്ലസ് ട്രാൻസ്ഫർ. 1 lakh ഡിവൈഡ് ബൈ സെയിൽസ് പ്ലസ് ട്രാൻസ്ഫർ ഇൻറ്റു 100 ആണ് GP റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. GPൻ്റെ എമൗണ്ടിൽ നിന്നും GP റേഷ്യോയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. GPൻ്റെ എമൗണ്ടിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ടിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേഷ്യോയിലേക്ക് എത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ആ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെയിൽസ് പ്ലസ് ട്രാൻസ്ഫർ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഏ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ GPൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ 3 lakh. ഇവിടെ എങ്ങനെയാണ് 3 lakh കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ഏ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെയിൽസ് ആയ 2,60,000 കൂടെ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്ഫർ ആയ 40,000 ആഡ് ചെയ്തിട്ട്, കാരണം ഓൾറെഡി സെയിൽസ് 2,60,000 ഉണ്ട്, പിന്നെ ട്രാൻസ്ഫർ വകയിൽ ഒരു 40,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2,60,000 പ്ലസ് 40,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 lakh. സോ 1 lakh ഡിവൈഡ് ബൈ 3 lakh ഇൻറ്റു 100 33.33%. അപ്പോൾ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ എന്ന് പറയുന്നത് 33.33% ആണ്. ഇനി നമ്മൾ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പോകേണ്ടത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ നല്ലോണം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഗിവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഈക്വൽ ടു
ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു, അതായത് ഇവിടുത്തെ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബി ആണ്. ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000 ആണ്. നോക്കുക, നമ്മൾ ടേബിളിൽ നോക്കുക, ഇതാണ് ബി ആണ് നമ്മളെ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കണ്ടുപോവുക. ദാറ്റ് ഈസ് ഇവിടെ 20,000 റുപ്പീസ് ഉണ്ട്. ആ 20,000 ഇൻറ്റു, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റു ട്രാൻസ്ഫർ, അതായത് ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടുന്ന ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എ ഡിപ്പാർട്ട്മെൻറ്റ് ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 40,000 റുപ്പീസാണ്. ഈ എമൗണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു ട്രാൻസ്ഫർ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റു ട്രാൻസ്ഫർ ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് 20,000 ആണ്. 20,000 ഇൻറ്റു ട്രാൻസ്ഫർ ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് 40,000 ആണ്. സോ 20,000 ഇൻറ്റു 40,000 ഇൻറ്റു ആണ് ഇവിടെ. 20,000 ഇൻറ്റു 40,000 ഡിവൈഡഡ് ബൈ നമ്മൾ എടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പർച്ചേസസ് പ്ലസ് ട്രാൻസ്ഫർ ആണ് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫോർമുല പറയുമ്പോൾ ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചോളാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റു ട്രാൻസ്ഫർ ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡഡ് ബൈ പർച്ചേസസ് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് ട്രാൻസ്ഫർ ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എടുക്കണം. ന്യൂമറേറ്ററിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കും, ഡിനോമിനേറ്ററിൽ എടുക്കുമ്പോൾ നമ്മളത് പ്ലസ് ചെയ്തിട്ട് എടുക്കും. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നിങ്ങൾ ആ വാല്യൂ എല്ലാം കിട്ടുന്ന ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ഒന്നുകൂടിയും പറയാം, ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഈക്വൽ ടു, വൺസ് അഗെയിൻ ഫോർമുല, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഇസ് ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ഇൻറ്റു ബീൻ്റെ ട്രാൻസ്ഫർ ദാറ്റ് ഇസ് 40,000. സോ 20,000 ഇൻറ്റു 40,000 ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലോസിംഗ് പർച്ചേസസ് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഇസ് പർച്ചേസസ്. പർച്ചേസസ് ഓഫ് ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബീൻ്റെ പർച്ചേസസ് 40,000 ആണ്. അതിനോടുകൂടി ഏത് കൂട്ടണം? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ പ്ലസ് ആണ്. സോ 40,000 പ്ലസ് ട്രാൻസ്ഫർ, പർച്ചേസസ് പ്ലസ് ട്രാൻസ്ഫർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പർച്ചേസസ് പ്ലസ് ട്രാൻസ്ഫർ ദാറ്റ് ഈസ് 40,000 പ്ലസ് 40,000 80,000. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇൻറ്റു അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ പർച്ചേസസ് പ്ലസ് ട്രാൻസ്ഫർ. അപ്പോൾ 40,000 ഇൻറ്റു 20,000 ഡിവൈഡഡ് ബൈ 40,000 പ്ലസ് 40,000 80,000. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം 10,000 കിട്ടും. ഈ 10,000 ആണ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റായ ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക്. അപ്പോൾ ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് GP റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് 33.33%. അതുപോലെ തന്നെ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റായ ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 10,000. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിനെ? GP ratio of the giving department into interdepartmental stock of the receiving department, that is B. That is provision for unrealized profit is equal to 10,000 into 10,000 എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റായ ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഇൻറ്റു ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ 33.33%. അപ്പോൾ 10,000ൻ്റെ 33.33% എന്ന് പറയുന്നത് 3,333 രൂപ വരും. അപ്പോൾ ഇതാണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇനി ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഇവിടെ എവിടെയും ട്രീറ്റ് ചെയ്യേണ്ട, ദാറ്റ് ഇസ് ട്രേഡിംഗ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യേണ്ട, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട. നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോർമുല വന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് എൻട്രി വന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് പേജിൽ വരക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവുന്നുള്ളതെന്ന് പറയുന്നത് ഇവിടെ ചെറുങ്ങനെ ഒന്ന് സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഹെഡിങ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത 3,333 രൂപ ഡെബിറ്റ് കൊടുക്കാം. 3,333. ഇനി ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വരച്ച ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വേറൊരു എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ 1,17,500. അതായത് എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 70,500
ബി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 47,000 കൂടി കൂട്ടിയത് 1,17,500. അത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്താ വരിക? നെറ്റ് പ്രോഫിറ്റ് അക്കൗണ്ട് അറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് നെറ്റ് പ്രോഫിറ്റ് 1,17,500 ക്രെഡിറ്റ് സൈഡിൽ വരും. ഡെബിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ പ്രൊവിഷൻ 3,333. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ 1,17,500 ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അത് രണ്ട് സൈഡിലും എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുക. പിന്നെ അതിൽ നിന്നും അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ പ്രൊവിഷനായ 3,333 രൂപ മൈനസ് ചെയ്യുക. ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റാണ് 1,14,167, 114,167, 1,14,167. ഇതാണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ അറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഒരു വ്യത്യാസം വരുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഒരു വ്യത്യാസം വരുന്നില്ല. ഇതുവരെയുള്ള ഭാഗം നമ്മൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു എക്സ്ട്രാ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ കേസിൽ മാത്രമേ എക്സ്ട്രാ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. ആ എക്സ്ട്രാ കാൽക്കുലേഷനാണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യൽ. അപ്പോൾ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ ഇൻറ്റു റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോക്ക്. അപ്പം ഗിവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ GP റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ GPൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫർ പ്ലസ് സെയിൽസ് ഇൻറ്റു 100. ഇനി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ പർച്ചേസസ് പ്ലസ് ട്രാൻസ്ഫർ. അതാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ GP റേഷ്യോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ പ്രൊവിഷന്. ആ എമൗണ്ട് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട് താഴത്തെ ഭാഗങ്ങളിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യമായിട്ട് ദയവായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട്, ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, ലൈക്ക് എല്ലാം എനിക്ക് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫർദർ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.